അല്ലെങ്കിൽ ആ സിനിമ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാലും മതി. ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, അങ്ങനെ പുഷ്പ 2 ദ റൂൾ, അല്ലെങ്കിൽ ഫസ്റ്റ് പുഷ്പ എന്ന് പറഞ്ഞ എടുത്ത സിനിമയുടെ പാരഡി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സിനിമ കണ്ടിട്ട്. എന്തിനാണ് ഈ സിനിമ എടുത്തത്? എനിക്ക് കാര്യമായിട്ടും ചോദിക്കണതാണ്. ഈ എസ് സുകുമാർ അണ്ണൻ്റെ അടുത്താണ് ഞാൻ ചോദിക്കണത്. നിങ്ങൾ എന്ത് നല്ല ഡയറക്ടറാണ്. നിങ്ങളെ പഴയ പടങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ കാണുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ എന്തിനാണ് എടുത്ത് വെച്ചത്? അല്ലെങ്കിൽ ആ പുഷ്പ ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു സൈഡിൽ പോലും ഈ സിനിമ വയ്ക്കാൻ കൊള്ളൂല. ഒന്നാമത്തെ കാര്യം, ഈ സിനിമയുടെ ഡ്യൂറേഷൻ. എന്തിനാണ് ഇത്രയും ഡ്യൂറേഷൻ വെച്ചത്? 3.5 മണിക്കൂർ എന്തിന്? ആ ഫസ്റ്റ് തുടക്കമൊക്കെ എന്തിനായിരുന്നു? ആ ഒരു ജപ്പാനിലൊരു ഫൈറ്റ് സീക്വൻസ് എന്തിനായിരുന്നു? ആ സീനിൽ അവനൊരു സംഭവം പറ്റുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്താ സംഭവം? എന്തുകൊണ്ട് ആ ഫഹദ് ഫാസിൻ്റെ ഇത് വെച്ചിട്ട് നിങ്ങൾ ആ ഇൻട്രോ എന്തുണ്ട് ആ പുള്ളിയുടെ ഒരു പ്രോപ്പർ ഇൻട്രോ ആയിട്ട് എടുത്തില്ല? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കാര്യമായിട്ടും ചോദിക്കണതാണ്. ഒരു ആവശ്യമില്ലാത്ത ഒരു ഫസ്റ്റ് 10 മിനിറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പടം എങ്ങോട്ടാണ് പോകണതെന്ന്. പിന്നെ എന്തോന്നാണ് എനിക്ക് ആകെ ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്, മറ്റേ ടീസറിൽ വരുന്ന ഒരു കൃഷ്ണനാ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് ആ ഒരു ഫൈറ്റ് സീക്വൻസും ആ ഒരു സീക്വൻസും നല്ലതായിരുന്നു. അതല്ലാതെ പാട്ടൊക്കെ സപ്പാറ്, ഒരു കാര്യമില്ല. സാംസിയസ് ഒക്കെ ഇതിൽ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സാംസിയസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ DSP ആണ് മെയിൻ. ആക്ഷൻ കോറിയോഗ്രാഫി ആരുടെ ചെയ്തത്? അവസാനത്തെ ക്ലൈമാക്സ് ഞാൻ ചിരിച്ച് ചത്ത്. സത്യമായിട്ട് ഞാൻ നല്ലതുപോലെ ചിരിച്ച്. ഞാൻ മാത്രമല്ല, എൻ്റെ സൈഡിൽ ഇരുന്ന ചേട്ടനും ഞാനും കൂടെ ഇരുന്ന് കൊല ചിരിയായിരുന്നു. ഒരു കടി അയ്യോ, ഞാൻ ചിരിച്ച് ചത്തടേ ആ സീൻ. പിന്നെ മാമൻ പാസം, മരുമോൾ പാസം, അത് കഴിഞ്ഞിട്ട് അവസാനമൊക്കെ ഒരു സെൻറ്റിമെൻസും. അത് അല്ലു അർജുന് മറ്റേ നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അങ്ങ് വിറയ്ക്കുകയൊക്കെ ചെയ്യണം, അഭിനയിച്ച് വിറയ്ക്കുകയാണ്. ഞാൻ വളരെ മറ്റേ ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനത്തിനെയൊക്കെ മറന്ന് അതെന്തിരാ അല്ല, എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. ഫസ്റ്റ് പാർട്ട് എന്ത് രസമായിട്ടാണ് നിങ്ങൾ എടുത്തത്. ആ പടത്തിനൊരു രസം ഉണ്ടായിരുന്നു. അതിൻ്റെ പടത്തിൽ അവൻ ചെയ്യുന്ന കാര്യത്തിനൊരു റീസണുണ്ട്. ഇത് വെറുതെ ഒരു ഫോട്ടോ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അത് ഫണ്ണായിരുന്നു. ആ ഒരു സാധനം, ദാറ്റ് സെഗ്മെൻറ്റ് വാസ് ഫൺ. ഒരു ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ലാത്തതിന് അവൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. ദാറ്റ് വാസ് ഫൺ. ഫഹദ് ഫാസിൽ വാസ് ഓക്കെ. പുള്ളിയുടെ മാക്സിമം എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തേർഡ് പാർട്ടുണ്ട്. എന്തിനാണ് തേർഡ് പാർട്ട്? ഈ സെക്കൻഡ് പാർട്ട് തന്നെ സഹിക്കാൻ വയ്യ. അപ്പോൾ തേർഡ് എന്തിനാണ്? ടിപ്പിക്കൽ തെലുങ്ക് സിനിമ ടെംപ്ലേറ്റ് പടം. ആ ടൈപ്പ് സാധനങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പടം എൻജോയ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ മറ്റേ കൂറ പടം കാണണം എന്നുള്ള രീതിയിൽ പോയിരുന്ന് കാണുക, എൻജോയ് ചെയ്യുക. ഞാൻ പറയില്ലേ, സിനിമയിൽ എനിക്കൊന്നും ഒരു ഫീലിങ്ങും ഇല്ല. ഞാനിങ്ങനെ ഇരുന്ന് കണ്ടിട്ട് ക്ലൈമാക്സ് ഇരുന്നു കൊലച്ചിരിയായിരുന്നു ഞാൻ. എനിക്കത് കണ്ടിട്ട് ചിരി വന്നു പോയടെ. ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് എൻ്റെ അനുഭവമല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു പടം എടുത്ത് വെച്ചേക്കണടേ. ഒരു KGF മറ്റവർക്ക് KGF ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഇതുണ്ട്, പുഷ്പയുണ്ടെന്ന് പറഞ്ഞിട്ട് ഭദ്രകാളിയെ കൊണ്ടുവന്നേക്കണം. ഓരോരോ അങ്ങനത്തെ കുറേ ഇന്ത്യൻ പാട്രിയോട്ടിസം ഉണ്ട്. പിന്നെ ഐറ്റം സോങ്. എന്തിനാണ് ഈ പടം? എനിക്ക് മനസ്സിലാവണില്ല. ഈ സിനിമ എന്തിനാണ് നിങ്ങൾ എടുക്കാൻ പോയതെന്ന് എനിക്ക് ഇന്നും മനസ്സിലാവില്ല. ഞാൻ പടം കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്, എന്തിനാണ് ഈ സിനിമ എടുത്തത്? ഒരു വാദം പടമാണ്. എനിക്ക് സത്യം പറയാം, എൻ്റെ കാര്യം പറയാനുള്ളൂ. ഞാൻ ഡെഫിനറ്റ്ലി ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരിക്കും. കുറേ പേരൊക്കെ കണ്ണീര് തുടക്കണയൊക്കെ കണ്ടായിരുന്നു ക്ലൈമാക്സ് സീനൊക്കെ. എനിക്കാണെങ്കിൽ കണ്ടിട്ട് ചിരിയാണ് വന്നത്, ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇൻ്റർവെൽ പഞ്ച് അങ്ങനെയൊക്കെ ഇൻ്റർവെൽ പഞ്ചൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ ഒരു ടൺ കണക്കിന് ഞാൻ കഥയിലോട്ടൊന്നും പോകണില്ലടേ. കഥയൊന്നും ഇല്ല, എന്നാലും സ്പോയിലൊന്നും ഞാൻ ചെയ്യണില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല, ഉള്ള കാര്യം പറഞ്ഞ്. ഒരു കൊതച്ച പടം. അല്ലു അർജുൻ്റെ തന്നെ ഏറ്റവും വീക്ക് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലു അർജുൻ്റെയൊക്കെ സിനിമ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ പടമില്ലേ, എന്തൊരു ആളാ വൈകുണ്ഠപുരം എന്നൊക്കെ പറഞ്ഞു. ആ പടത്തിലെ അവസാനമൊക്കെ ക്ലൈമാക്സൊക്കെ കണ്ടില്ലേ, സീതാരാം ആ പാട്ടൊക്കെ വെച്ചിട്ട് അവൻ മറ്റേ കോഴിയൊക്കെ ആയിട്ട് വന്നിട്ട് അടിയെ കൂടണം. ആ അല്ലു അർജുനൊക്കെ എവിടെ പോയാൽ എന്തോ. ഇതിൽ ചുമ്മാ ഇരുന്ന് പറക്കുകയാണ്.
മറ്റേ മറ്റേ വയറിട്ട് പറന്ന് ഇങ്ങനെ വളയണ് പൊളയണ്. ഒരുത്തിനെ അടിച്ച് ഇത്തിരയ്ക്കോ മറ്റേ ഒരു സാധനം ഉണ്ടോ ഈ സിനിമയിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്രസർ എന്ന് പറയുന്നു അതിൻ്റെ പേര്. ഇങ്ങനെ കാറ്റടിപ്പിക്കും ഇങ്ങനെ തറയിലൊക്കെ ഇങ്ങനെ ചവിട്ടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാക്കാനായിട്ട്. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ വീശിയേക്കുകയാണ്. ഒരു രസമുള്ള ഒരു ഫൈറ്റ് സീൻ എന്ന് പറയുന്നത് ആകെ എനിക്ക് മറ്റേതാണ് തോന്നിയത്. അല്ലാത്ത ഫൈറ്റ് സീക്വൻസൊക്കെ ചുമ്മാ മറ്റേ വയറിട്ട് വലിയടാ താക്കടാ അപ്പ് ഡൗൺ അത് തന്നെ. അതാണ് പുഷ്പ 2. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് പറയുക. ഉറക്കം കളഞ്ഞ് ഞാൻ പോയി കണ്ട പടമാണ്. സംഭവം പ്രമാദമാണ്. എൻ്റെ സുകുമാരണ്ണ, നിങ്ങൾക്കിത് ഒന്നും പറയാനില്ല. കണ്ടവർ വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എനിക്ക് വർക്കായില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടാം. നിങ്ങൾ ചിലപ്പോൾ വിസിലടിക്കുക, നിങ്ങൾ കൈ അടിക്കുക, സീറ്റിൻ്റെ മണ്ടേ കയറി ഒന്ന് എൻജോയ് ചെയ്യുമായിരിക്കും. എനിക്കത് ചെയ്യാൻ തോന്നിയില്ല, എനിക്കത് എൻജോയ് ചെയ്യാനും പറ്റിയില്ല. ദിസ് ഈസ് ഓൾ മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു ഒപ്പീനിയൻ ഉണ്ടാകും.